സ്വവർഗ വിവാഹങ്ങൾക്കെതിരെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച കേന്ദ്ര സർക്കാർ. സ്വവർഗ വിവാഹം കുടുംബ സങ്കല്പവുമായി താരതമ്യപ്പെടുത്താനാകില്ല. ഇത് ഭാരതീയ സംസ്കാരത്തിന് എതിരാണെന്നും നിയമവിധേയമാക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും കേന്ദ്രം നിലപാട് വ്യക്തമാക്കി. സ്വവർഗ വിവാഹം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നിയമവിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളെ എതിർത്താണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഭാര്യ, ഭർത്താവ്, കുട്ടികളെന്ന ഭാരതീയ കുടുംബസങ്കല്പത്തിൽ ജൈവികമായി പുരുഷനായിരിക്കുന്നയാൾ ഭർത്താവും ജൈവികമായി സ്ത്രീയായിരിക്കുന്നയാൾ ഭാര്യയുമാണ്. ഇവർക്കുണ്ടാകുന്ന കുഞ്ഞിന് പുരുഷൻ അച്ഛനും സ്ത്രീ അമ്മയുമാണ്. നിലവിലുള്ള നിയമങ്ങളെ ലംഘിക്കുന്നതാണ് സ്വവർഗ വിവാഹമെന്നും അത് നിയമവിരുദ്ധ ബന്ധമായാണ് കണക്കാക്കാനാവൂവെന്നും കേന്ദ്രം വ്യക്തമാക്കി. 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ സ്വവർഗ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. വ്യത്യസ്ത ജാതി മതങ്ങളിൽപ്പെട്ടവരുടെ വിവാഹങ്ങൾക്ക് ലഭിക്കുന്ന ഭരണഘടനാപരമായ പരിരക്ഷയും സ്വവർഗ വിവാഹത്തിന് ലഭിക്കില്ല. ഇഷ്ടമുള്ളയാളെ വിവാഹം ചെയ്യാൻ ഭരണഘടന നൽകുന്ന അവകാശം സ്വവർഗ വിവാഹത്തിനുള്ളതല്ലെന്നും സ്വവർഗ വിവാഹം ഒരു പൗരന്റെ മൗലിക അവകാശമായി പരിഗണിക്കാനാകില്ലെന്നും കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. സ്വവർഗ വിവാഹത്തിന് നിയമസാധുത നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.